പുതുവത്സരാഘോഷം കണക്കിലെടുത്ത് കൊച്ചിയിൽ പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഊർജിതമാക്കി. DJ ബാറുകളിൽ പ്രത്യേക നിരീക്ഷണം ആരംഭിച്ചു കഴിഞ്ഞു. ബോംബ് സ്ക്വാഡിന്റെ പരിശോധനകൾ തിങ്കളാഴ്ച ആരംഭിക്കും. ആഘോഷ പരിപാടികളിലും കൂട്ടായ്മകളിലും നിരോധിത ലഹരി മരുന്നുകൾ എത്തുന്നില്ലെന്ന് ഉറപ്പാക്കും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ വ്യാപക പരിശോധനയും ഉണ്ടാകും. പൊതുജനങ്ങൾക്കും പുതുവത്സരാഘോഷങ്ങൾക്കും തടസ്സമുണ്ടാകാത്തതും എന്നാൽ ശക്തവുമായ സുരക്ഷാ ക്രമീകരണത്തിലേക്കാണ് കൊച്ചി പോലീസ് കടന്നിരിക്കുന്നത്. കൊച്ചിയിലെ ആഘോഷങ്ങൾ കൈവിട്ടുപോകില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള തത്രപ്പാടിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ. തിങ്കളാഴ്ച മുതൽ പരിശോധനകൾ കടുപ്പിക്കും. നിരോധിത ലഹരി വസ്തുക്കളൊന്നും പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമാകുന്നില്ലെന്ന് ഉറപ്പിക്കാനാണ് പോലീസിന്റെ ആദ്യ ശ്രമം. ലഹരി എത്താനും ഒഴുകാനുമിടയുള്ള എല്ലാ വഴികളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. മദ്യം കഴിച്ച് പൊതുജനത്തിന് ശല്യമുണ്ടാക്കുന്നതും വാഹനമോടിക്കുന്നതും ഒരു ഗുരുതര പ്രശ്നമാണ്. ഇത്തരക്കാരെ പിടികൂടാൻ പോലീസ് ജാഗ്രത പുലർത്തും. നിരവധി ആരാധനാലയങ്ങൾ അടക്കം സ്ഥിതി ചെയ്യുന്ന ഫോർട്ട് കൊച്ചിയിലെ ആഘോഷങ്ങളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകാതിരിക്കാനുള്ള തീവ്രയജ്ഞത്തിലാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അന്ന് എല്ലാ രീതിയിലുള്ള ആൾക്കാർ ആഘോഷിക്കാൻ വേണ്ടി അവിടെ വരും. ഫാമിലീസ് വരും, യങ്സ്റ്റേഴ്സ് വരും. കുട്ടികളോടൊപ്പം കഴിഞ്ഞ വർഷം കുട്ടികളോടൊപ്പം ഒത്തിരി ആൾക്കാർ വന്ന് അവിടെ ആഘോഷിച്ചിട്ടുണ്ട്. സോ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് റെസ്ട്രിക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ 2 ഇടങ്ങളിലാണ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. വെളിമൈതാനിയിലും പരേഡ് ഗ്രൗണ്ടിലും. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി പ്രദേശങ്ങളിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തും. ജങ്കാർ സർവീസിനും നിയന്ത്രണമുണ്ടാകും. ഫോർട്ട് കൊച്ചിക്ക് പുറമെ എറണാകുളം നഗരത്തിൽ പള്ളുരുത്തിയിലും കാക്കനാടും തൃക്കാക്കരയിലും തൃപ്പൂണിത്തുറയിലും പുതുവൈപ്പ് വളപ്പ് ബീച്ചിലും പാപ്പാഞ്ഞി കത്തിക്കലുണ്ട്. ഇവിടെയെല്ലാം അതത് ഡിവിഷനുകളുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു. നമ്മൾ ആന്റി സബട്ടേജ് ചെക്കിംഗ് ചെയ്യും. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് മറ്റ് ഇവരെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെക്കിംഗ് നടത്തുന്നുണ്ട്. ആൾറെഡി എല്ലാ ദിവസം ഇന്നലെ ഉൾപ്പെടെ നമുക്കൊരു കോമ്പിംഗ് പോലെ ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ്, ഡ്രഗ്സിൻ്റെ എല്ലാം പിടിക്കാൻ വേണ്ടിയുള്ള തെരച്ചിലുകൾ നടത്തുന്നുണ്ട്. അന്നും പ്രോപ്പറായ രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യും. നിയമലംഘനങ്ങൾ തടയാനാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും DJ ബാറുകളെ തലവേദനയായി തന്നെയാണ് പോലീസ് നോക്കിക്കാണുന്നത്. ആഘോഷം അതിരുവിടാതിരിക്കാൻ DJ ബാറുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണം ഇതിനകം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണ് പോലീസ്. ന്യൂസ് മലയാളം, കൊച്ചി.